പറഞ്ഞല്ലോ ഇന്നൊരു ചിക്കൻ സദ്യ വെച്ചിട്ടുണ്ട്. എൻ്റെ മാമി ഉണ്ടെന്ന് പറഞ്ഞു. ഇത് മാമി, മാമിയുടെ മോളും. മാമി ഭയങ്കര ചെറുപ്പമായിട്ടാ, സുന്ദരിയാണേ. അപ്പോൾ അതെ, ഞാൻ ചിക്കൻ അച്ചാറാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. എല്ലാം ഞാൻ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചിക്കൻ ലോലിപോപ്പ്, കുറേയൊന്നും പേരറിയത്തില്ല കേട്ടോ. പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തത്, ചിക്കൻ ചമ്മന്തിയാണേ. എല്ലാം അങ്ങിരിക്കുന്നുണ്ട് പാട്. പിന്നെ ചിക്കൻ്റെ സാലഡ്, പിന്നെ നാടൻ ചിക്കൻ ഫ്രൈ ആണ്. ഇതൊരു എന്തുവായിരുന്നു പേരൊക്കെ പറഞ്ഞു, ഒരു ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇതിൻ്റെയൊക്കെ ഏതെങ്കിലും ഡിഷ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിത് ഉണ്ടാക്കി കാണിച്ചു തരാം. ഇത് കോക്കനട്ട് ചിക്കനാണ്, നമ്മുടെ നാടൻ. പിന്നെ പെപ്പർ ചിക്കൻ. ഇതെല്ലാം കഴിക്കണം കേട്ടോ. ചിക്കൻ അവിയലാണ്. ഞാൻ ചിക്കൻ കൊണ്ട് അവിയൽ വെച്ച്, ചിക്കനും മുരിങ്ങയ്ക്കായും കൂടെ അവിയൽ വെച്ചിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും വെക്കാനുണ്ടോ? പിന്നെ ഞങ്ങളുടെ മാമി കായംകുളക്കാരിയാണേ. പുള്ളിക്കാരിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് കാരണം മീനില്ലാത്തതുകൊണ്ട് ചിക്കനും കപ്പയും കൂടെ കുഴച്ചിരിക്കുവാണ് കേട്ടോ. പിന്നെ ഇത് നല്ല ക്രീമി ചിക്കനാണ്. ചോറ് എവിടെ വെക്കും ഞാൻ ഇനി? കുറച്ച് റൈസ്. ചിക്കൻ എല്ലാം കൂടെ തിന്നുമ്പോൾ റൈസ് ഇച്ചിരി മതി അല്ലേ. പിന്നെ ഒരു ഫുൾ ചിക്കൻ ഉണ്ട്. ഫുൾ ചിക്കൻ ഞാൻ നന്നായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ കഴിച്ചോ. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഇത് വെച്ചില്ല, മറന്നുപോയി. എല്ലാ ഐറ്റംസും കൂടെ കണ്ടിട്ട് ഉണ്ടാക്കിയ ഞാൻ, പക്ഷെ മറന്നുപോയി. ഇത് നമ്മുടെ കാന്താരി ചിക്കനാണ്. അപ്പം ആർക്കെങ്കിലും ഫുഡൊക്കെ വേണമെങ്കിൽ വിളിച്ചു പറയുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. എനിക്കിഷ്ടമാണ് പൊതുവേ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ, മറ്റുള്ളവരെ കഴിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ എന്തായാലും കഴിച്ചോ നിങ്ങളെന്തായാലും. എങ്ങനെ ഉണ്ടെന്ന് സത്യസന്ധതയായിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി, എന്ന് പറഞ്ഞാൽ മതി. എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഇത്രയും കുറച്ച് ഐറ്റംസ്. അത് എനിക്കൊരു ആഗ്രഹമായിരുന്നു, ചിക്കൻ കൊണ്ട് മാത്രം ഐറ്റംസ് ഉണ്ടാക്കണമെന്ന്, ചിക്കൻ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇനിയും ഉണ്ടാക്കാമായിരുന്നു. ഞാൻ കുഴഞ്ഞു പോയിട്ടാ. ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കുഴഞ്ഞു. ഇത്ര ഐറ്റം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, ആരും എനിക്ക് ഹെൽപ്പിനില്ല, ഞാൻ തനിയാണ് ചെയ്യുന്നത്. അത് കാരണം ഞാൻ ഇവർക്ക് എല്ലാം ചിക്കൻ, ഇതൊക്കെ മീനും കപ്പയുടെ ഒക്കെ ആളാണ് ഞാൻ. പിന്നെ അതുകൊണ്ടാണ് കപ്പയും ചിക്കനും കൂടെ ചെയ്തത്. അപ്പം എങ്ങനെ ഉണ്ടല്ലോ? സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. ഇത് പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ. എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഒരു 2-3 പേരേ ഉള്ളൂ വിരലിലെണ്ണാന്ന്. എനിക്ക് സ്റ്റാറ്റസൊക്കെ ഇട്ട് എൻ്റെ വീഡിയോസൊക്കെ എല്ലാം ഇടും. ബാക്കി എല്ലാവർക്കും പൊതുവെ എല്ലാ ഫാമിലി കാണുമല്ലോ, അതൊക്കെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര സപ്പോർട്ടുള്ള ഒരു മാമിയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.